കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങളെ വിട്ടുപോകാനുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ഇത്. ആവർത്തിച്ച് ചൊല്ലാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും നാഥനായ ദൈവമേ, അവിടുന്ന് നൽകിയ ജീവനും കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ വിഭവങ്ങൾക്കുമായി അടിയങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടത്ര നന്ദി പറയാത്തതിലും പലപ്പോഴും കൃതജ്ഞതയില്ലാത്തവരായി ജീവിച്ചതിലും ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുകയും അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് യാചിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഈ നിമിഷം പങ്കുചേർന്ന് ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന ദൈവജനത്തിന്റെയും കടബാധ്യതകളാൽ വലയുന്ന അവരുടെ സ്നേഹിതരുടെയും അവരുടെ കുടുംബങ്ങളെയും ബന്ധമിത്രാദികളുടെയും പ്രാർത്ഥനകൾ കർത്താവെ അങ്ങ് ദയാപൂർവം കേട്ടരുളയണമേ. ഇവരുടെ ജീവിതങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സകലവിധ സാമ്പത്തിക തടസ്സങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായ വിടുതലും സ്വർഗീയ മോചനവും കർത്താവായ യേശുവിന്റെ ശക്തമായ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇവരുടെ ഐശ്വര്യത്തിനും ഉന്നതിക്കും തടസ്സമായി നിൽക്കുന്ന ഭൂതകാലത്തിലെയോ വർത്തമാനകാലത്തിലെയോ ഇനി വരാനിരിക്കുന്ന ഭാവി കാലത്തിലെയോ എല്ലാവിധ തിന്മകളെയും ശാപങ്ങളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ നിർവീര്യമാക്കുന്നു. ദൈവമക്കളുടെ ഐശ്വര്യം മുടക്കുന്ന അന്ധകാരത്തിന്റെ എല്ലാ അശുദ്ധ ശക്തികളെയും അവയുടെ യഥാർത്ഥ ശിക്ഷാവിധിക്കായി കർത്താവായ യേശുവിന്റെ തൃപ്പാദങ്ങളിലേക്ക് ഞാൻ യേശുനാമത്തിൽ പറഞ്ഞയക്കുന്നു. സ്വർഗീയനാഥ, ഇവരുടെ മേൽ അങ്ങയുടെ സമൃദ്ധിയുടെ വാതിലുകൾ ഈ നിമിഷം തുറക്കപ്പെടട്ടെ. അടഞ്ഞുപോയ വഴികളെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗീയ വിഭവങ്ങൾ വഴി മറ്റുള്ളവരെ സഹായിക്കുമെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുമെന്നും ഞങ്ങൾ പൂർണ്ണമായി ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവായ യേശുവിന്റെ അതിവിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ദയവായി കേട്ടരുളണമേ. ആമേൻ.